ഡിയർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, കൊൽക്കത്ത ഡോക്ടർ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ ഇപ്പോഴും ഭയമാണ്. കാരണം അങ്ങനെയുള്ള ഓരോരോ കേസുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് തമിഴ്നാട് സ്വദേശിയായ ഒരു പെൺകുട്ടിക്ക് വന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അതും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ അവർ ഉപദ്രവിച്ചത്. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തമായിട്ടും ഉള്ളത്. ബാക്കി അപ്ഡേറ്റുകൾ വന്നാൽ ഈ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെന്നൈയിൽ യാത്രയ്ക്കിടെ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി ട്രൂ ഫയൽസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ട്രെയിനിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു സംഭവം. ഈ ട്രെയിൻ കേരളത്തിലെ പാലക്കാട്ടിൽ നിന്നും ചെന്നൈ സെൻട്രലിലേക്ക് ആഗസ്റ്റ് 26 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്നൈയിലുള്ള ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് കരൂർ സ്വദേശിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പെൺകുട്ടി ആ ട്രെയിനിന്റെ S9 എന്ന് പറയുന്ന റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം രാത്രി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി കമ്പാർട്ട്മെന്റിന്റെ ബർത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ആ കമ്പാർട്ട്മെന്റിലെ 2 പേർ ആ പെൺകുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കരൂരിൽ നിന്ന് കയറുന്ന സമയം തൊട്ട് ഇവർ വാച്ചിങ് ആരംഭിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. പിന്നീട് സമയം പുലർച്ചെ 2 മണി. ഈ ട്രെയിൻ തമിഴ്നാട്ടിലെ വേലൂരിനടുത്തുള്ള കാപ്പാടി സ്റ്റേഷൻ റീച്ച് ചെയ്യാൻ കുറച്ചു നേരം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഒരു അജ്ഞാതൻ ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചു ഓടുകയാണ്. ഇത് കണ്ട പെൺകുട്ടി ഒരു പേടിയോടെ, ആരാണിത് എൻ്റെ ഫോൺ എടുത്തിട്ട് പോകുന്നത് എന്നറിയാതെ ഫോണിന് വേണ്ടി അയാളുടെ പിന്നിൽ ഈ പെൺകുട്ടിയും ഓടുകയാണ്. അപ്പോൾ ഫോൺ തട്ടിപ്പറിച്ചു പോയ ആ അജ്ഞാതൻ ഒരു കമ്പാർട്ട്മെന്റിന്റെ ടോയ്ലറ്റ് കഴിഞ്ഞ് അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ അജ്ഞാതന്റെ പിന്നിൽ വന്ന പെൺകുട്ടി ആ ടോയ്ലറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ആ ടോയ്ലറ്റിന്റെ ഡോർ ഓൾറെഡി ഓപ്പൺ ആയിട്ട് അതിനുള്ളിൽ വേറൊരാൾ കൂടിയുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ആ ടോയ്ലറ്റ് കടക്കുന്നതിന് മുമ്പ് ആ ടോയ്ലറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന അജ്ഞാതൻ ആ പെൺകുട്ടിയെ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ആ പെൺകുട്ടിയെ ബലമായി ലൈംഗികത ചെയ്ത് നശിപ്പിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മൊബൈൽ തട്ടിപ്പറിച്ചു കൊണ്ടുപോയ അജ്ഞാതന് വന്ന് ഈ പെൺകുട്ടിയെ നശിപ്പിക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും അവരവരുടെ നശിച്ച കാമബുദ്ധി മാറുന്നത് വരെ ഈ പെൺകുട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ട്രെയിൻ സ്ലോ ആകുന്ന നേരം ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ആ പെൺകുട്ടി ചെന്നൈ സെൻട്രലിലെത്തിയിട്ട് അവിടെയുള്ള റെയിൽവേ പോലീസിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. റെയിൽവേ പോലീസ് SP മിസ്റ്റർ ഈശ്വരൻ ആ പെൺകുട്ടിയുടെ അടുത്ത് അവന്മാരെ കാണാൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദ്യം ചെയ്തു. അതുമാത്രമല്ല 3 DSP മുഖേന 4 ടീമുകളായിട്ട് അവന്മാരെ കണ്ടുപിടിക്കാൻ തീവ്രമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടിൽ നിന്നും ചെന്നൈ വരേക്കുള്ള എല്ലാ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതുമാത്രമല്ല ആ കമ്പാർട്ട്മെന്റ് ആ ട്രെയിനിൽ റിസർവേഷൻ ചെയ്തിട്ട് ടിക്കറ്റ് ഓൺലൈനായിട്ട് റിസർവേഷൻ ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരോടും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുമാത്രമല്ല ആ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ലിക്വിഡ് സാമ്പിളുകൾ തമിഴ്നാട്ടിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി കൊടുത്തിട്ടുണ്ട്. കരിനീല ഷർട്ടിട്ട ഒരു അജ്ഞാതന്റെ ഫോട്ടോ റെയിൽവേ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ട് ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ പറഞ്ഞ് ഒരു നമ്പറും ഇപ്പോൾ പോലീസ് പുറത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്ത് കുറച്ചു നേരത്തിന് ശേഷം ഈ പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എന്താണ് ഇങ്ങനെ കുറെ ആളുകൾ ഇതിനുവേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. കേരളത്തിൽ നടന്ന കേസാണ് സൗമ്യ കേസ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസുകളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സേഫ്റ്റി അത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഇനി ഈ കേസിനെ കുറിച്ച് വല്ല അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഈ ചാനൽ മുഖേന വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.